ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കണ്ടോ അവിടെ പുല്ല് പിടിച്ച് പണ്ടാറ് ഭയങ്കര സാധനം പിന്നിട്ട് നമ്മൾ കല്ലിരിക്കാൻ വന്നോ. അപ്പൊ ഐസി ബേബി വന്നിട്ട് ആരുടെ ഹെൽപ്പർ മേടിച്ചേ. ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ തുടക്കം പറഞ്ഞ പോലെ തന്നെ ഈ പുല്ലുവരെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. നമ്മളിവിടെ ആക്ച്വലി പേൾ ഗ്രാസ് ആണ് നട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ആ പേൾ ഗ്രാസ് കൊണ്ട് തന്നെ വളരെ പെട്ടെന്നാണ് അത് വളരണത്. അത് മാത്രമല്ല അതിൻ്റെ ഇടയിൽ വേറെ ചെടികളും പലതും ഇങ്ങനെ വന്നു തുടങ്ങി. അതുകൊണ്ട് നമ്മളത് വെട്ടാൻ തീരുമാനിച്ചേക്കുവാണ്. അപ്പോൾ ഇതാ മാവ് നമ്മുടെ ഹൈബ്രിഡാണ്, ഒടിഞ്ഞിടക്കുന്നതല്ല, ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ താഴെ വരെ കൊമ്പുണ്ട്. അപ്പോൾ നമ്മളതിനൊന്ന് കെട്ടി വെക്കുവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുല്ല് പറിക്കൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ പുല്ല് പറിക്കാൻ. ഞാനും ഐശുബയുടെ അമ്മയും ഐശുബേബിയും എല്ലാവരും കൂടെയാണ് പുല്ല് പറിക്കണത്. ഐശുബേബിയാണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ, തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ആൾ ഫുൾ ടൈം പുല്ല് പറി തന്നെയായിരുന്നു. ഇത് കഴിയണവരെ ഓരോരോ പുല്ലായിട്ട് ഇങ്ങനെ ആൾക്ക് പറ്റണ പോലെ പുള്ളിക്കാരി ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഭയങ്കര ആത്മാർത്ഥമായിരുന്നു. കാണാവോ ഗൈസ്? മണ്ണിന്റെ അടിയിൽ പൂണ്ട് കിടക്കും ഐശുപ്പാ. അവസാനം അങ്ങനെ പുല്ല് പറിയൊക്കെ ഏകദേശം തീർന്നു. അപ്പോൾ അതാണ് കാണാം, ഇത്രയും പുല്ല് ഉണ്ടായിരുന്നു. ഇത്രയും പുല്ല് നമ്മൾ അവിടെ നിന്ന് പറിച്ചിട്ടുണ്ട്. ഒരുപാട് പുല്ലുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അതിങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഐശു ബേബിയാണെങ്കിൽ പയ്യെ വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോയി. ആള് പിന്നെ അതേ പുല്ലിൽ കയറി കളിയും പരിപാടിയും അതിൻ്റെ ഇടയിൽ കിടന്ന് വിരകലും തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊലശ്ശേരി എടുത്തിട്ട് ഒന്ന് മണ്ണൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തു. പുല്ലൊന്നും നമ്മൾ ഫുള്ളായിട്ട് മുഴുവനായിട്ട് പറിച്ചില്ല, കുറച്ച് അവിടെ ഉണ്ട്. എന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മേളിൽ ഷീറ്റ് ഇടുന്നതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് പെബിൾസ് മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. പെരുമ്പാവൂരിന് അടുത്തുള്ള തണ്ടേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ KMC നാച്ചുറൽ എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. ഇവിടെ നാച്ചുറൽ കല്ലുകൾ ഒരുപാടുണ്ട്, പല ടൈപ്പ് ഓഫ് കല്ലുകൾ, പല ഷേപ്പ്, അങ്ങനെ നാച്ചുറൽ സ്റ്റോണിൻ്റെ ഒരു ഷോപ്പാണിത് ആക്ച്വലി പറയുകയാണെങ്കിൽ. അവിടെ നമ്മൾ 1:2 നാച്ചുറൽ സ്റ്റോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്ക് നമുക്കൊരു പാത്ത് വേ പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് കഴിഞ്ഞാൽ നമ്മുടെ ഭായിമാര് നമുക്ക് വേണ്ടിയിട്ടുള്ള പെബിൾസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭായിമാർ തന്നെ അത് നമുക്ക് കാറിലേക്കൊക്കെ കയറ്റി തന്നു. 100 കിലോ പെബിൾസാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വരുവാണേ. പിന്നെ വന്നവഴിക്ക് കുറച്ച് ഷീറ്റ്, ബ്ലാക്ക് ഷീറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു താഴെ വിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഷീറ്റ് നമ്മുടെ ഇതിൻ്റെ ഷേപ്പിനനുസരിച്ച് നമുക്കൊന്ന് വെട്ടിക്കൊടുക്കണം. പിന്നെ കൂടാതെ തന്നെ ഈ നമ്മുടെ മരങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയും ഗ്യാപ്പ് അതിലേക്ക് കയറാനുള്ള രീതിയിലൊന്ന് വെട്ടി ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്കത് വെക്കാൻ വേണ്ടിയിട്ട്. ഈ ഷീറ്റ് നമുക്ക് ഇരുമ്പ് കടയിലൊക്കെ കിട്ടും കേട്ടോ. ഇരുമ്പ് കട അല്ലെങ്കിൽ ഹാർഡ്വെയർ കടകളിലൊക്കെ ഉണ്ടാവുന്ന ഷീറ്റാണിത്. പിന്നെ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, നമ്മൾ വാങ്ങിയ പെബിളിനെ കുറിച്ചാണ്. പോണ്ടിച്ചേരി പെബിൾ അന്വേഷിച്ചാണ് ആക്ച്വലി നമ്മൾ പോയത്. പക്ഷേ നമുക്ക് കിട്ടിയത് റിവർ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റമാണ്. അതാണ് അപ്പോൾ നമ്മളിവിടെ വിരിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നേരെ കാറിൽ നിന്ന് ആ പെബിൾസ് അങ്ങോട്ട് ഇറക്കി നമ്മൾ. അപ്പം ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പെബിൾസ് ഞാൻ ആദ്യം തന്നെ ഒന്ന് സൈഡിൽ കുറച്ച് കല്ലുകൾ ആദ്യം ഇങ്ങനെ വെച്ച് കൊടുത്തു, ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും നല്ല മഴക്കാറൊക്കെ ആയി, ഇങ്ങനെ നേരം ഇരുട്ടിന്ന് തന്നെ പറയാം. സന്ധ്യ ആയതല്ല ആക്ച്വലി, മഴക്കാർ കൊണ്ടാണ്. അപ്പോൾ മഴ തുടങ്ങിയെങ്കിലും നമ്മൾ മാക്സിമം അടുത്ത ചാക്കും കൂടെ ഒന്ന് വാരിയിടണം എന്നുള്ള പ്ലാനിൽ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത ചാക്കും കൂടെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ആ ചാക്കും കൂടി ഇട്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പെബിൾസ് ഇത്രയും പോരെന്ന്. പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ പോയി 200 കിലോ കൂടി മേടിച്ചു. കാണുമ്പോൾ സിമ്പിളാന്ന് തോന്നുമെങ്കിലും നല്ല വെയിറ്റ് ഉണ്ടായിട്ടോ. ഇത് ഒരു ചാക്കും ഏകദേശം ഒരു 50 കിലോൻ്റെ അടുത്തുണ്ട്. അങ്ങനെ 4 ചാക്കായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ സഹായത്തോടുകൂടി ചാക്കുകളെല്ലാം ഓരോരോ സ്ഥലത്തെത്തിച്ചു. പിന്നെ അവിടെ നിന്ന് ഓരോ ചാക്കായിട്ട് അങ്ങ് പൊട്ടിച്ച് അങ്ങ് ഇട്ടു. ഒരു സ്ക്വയർ ഫീറ്റിന് വേണ്ടി വന്ന കല്ലെന്ന് പറയുന്നത് 5 കിലോയാണ്. അങ്ങനെ അവസാനം നമ്മളത് ഇട്ട് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വാഷ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെ വരും കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി പുല്ല് പറിക്കണം അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ കിടന്നോളൂ എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇതിൽ ഇനി എന്തെങ്കിലും മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ.